കേരള വിഷൻ സാഹിത്യോത്സവ പരിപാടിയായ പുസ്തക പൂമുഖം ഇന്ന് ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സമുന്നതനായ എഴുത്തുകാരൻ ശ്രീ സേതുവിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒ.വി. വിജയൻ, ആനന്ദ്, എം.ടി. വാസുദേവൻ നായർ എന്നിവരുടെ തലമുറക്കാലത്ത് അതേ തലപ്പൊക്കത്തിൽ എഴുതുകയും ഒരു പുരുഷായുസ് മുഴുവൻ അച്ചടക്കത്തോടെയുള്ളതും സമഗ്രവുമായ ഫിക്ഷൻ എഴുത്തിൻ്റെ ഭാവനാലോകത്തും യാഥാർത്ഥ്യ ലോകത്തും വിഹരിക്കുകയും ചെയ്തുകൊണ്ട് എണ്ണം പറഞ്ഞ നിരവധിയായ ചെറുകഥകളും ശില്പഗോപുരങ്ങളെപ്പോലെ നിലകൊള്ളുന്ന നോവലുകളുമായി മലയാളത്തിൻ്റെ സർഗചേതസ്സായി നിലകൊള്ളുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ സേതുവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകളിലൊന്നായ ആലിയയുമാണ് ഇന്ന് തത്സമയം നമ്മോടൊപ്പമുള്ളത്. ആലിയ എന്നാൽ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ ശീർഷകമായിട്ടുള്ള ആലിയ എന്നാൽ പുണ്യഭൂമിയിലേക്കൊരു മടക്കയാത്ര എന്നാണ് അതിൻ്റെ പ്രത്യക്ഷ അർത്ഥം. ആലിയ എന്ന നോവൽ 2013 ഇറങ്ങിയതെങ്കിലും ഇംഗ്ലീഷ് അടക്കമുള്ള വിവിധ പരിഭാഷകളിലൂടെ മലയാളത്തിൻ്റെ അതിരുകളും കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നോവലിലെ വിഷയവും ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച അതിരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പരിഭാഷകളുടെ അതിരുകൾ കടന്ന് ഈ നോവൽ മുന്നോട്ട് പോകുന്നുവെന്ന് പറയുമ്പോൾ ഈ നോവലിലെ വിഷയവും ജന്മനാടിനും വാഗ്ദത്ത ഭൂമിക്കും ഇടയിലെ അതിരുകൾക്കിടയിൽ പെട്ടുപോകുന്ന മനുഷ്യരാണ്. ചരിത്ര പ്രാധാന്യമുള്ള എറണാകുളം ചേന്നമംഗലത്ത് ജനിച്ച സേതു ആലിയ എന്ന നോവലിൽ കൊച്ചിയിലെയും അതിനടുത്ത പ്രദേശങ്ങളിലെയും മലയാളം സംസാരിച്ച മലയാളികളായി ജീവിക്കുന്ന ജൂതരുടെ ജീവിതം ഒരു ഭാഗത്ത് ഖനനം ചെയ്യുന്നു ഈ നോവലിൽ. അങ്ങനെ ഖനനം ചെയ്യുമ്പോൾ തന്നെ ഇസ്രായേൽ എന്ന വാഗ്ദത്ത ഭൂമിയെ സ്വപ്നം കാണുന്ന അതേ ജൂതരുടെ ജീവിതത്തിൻ്റെ മറുപാതി വരച്ചിടുകയുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും കാലം നമ്മുടെ കൂടെ ജീവിച്ചവർ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായവർ, നമ്മുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും ആഴത്തിൽ വേരോടിച്ചവർ, അങ്ങനെയുള്ള ജൂത സമൂഹം അവരുടെ ചില അടയാളങ്ങൾ മാത്രം ബാക്കിയാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് കഥാവശേഷരായതിൻ്റെ ചരിത്രത്തെ സേതു എന്ന എഴുത്തുകാരന് മാത്രം സാധ്യമായ ഭാവന കൊണ്ട് വിപുലീകരിച്ച് പൂരിപ്പിക്കുകയാണ് ആലിയ എന്ന നോവൽ. പൂരിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും പൂരിപ്പിക്കുന്നിടത്ത് നിന്ന് ആ നോവലിന് വീണ്ടും വായനക്കാരുടെ ഭാവനകളുടെ അതിരില്ലായ്മകളിലൂടെ തുടരാനും കഴിയുന്നു എന്നതുകൊണ്ടാണ് ആലിയ എന്ന നോവൽ ഇന്നും പ്രസക്തമാകുന്നത്. ദീർഘമായിട്ട് ഇത്രയും ഞാൻ പറഞ്ഞത് ഈ രീതിയിലല്ലാതെ ഈ പുസ്തകത്തിൻ്റെ താളുകളിലേക്ക് വായനക്കാരെ എങ്ങനെ ക്ഷണിക്കുമെന്ന വർണ്ണ്യത്തിൽ ആശങ്ക കൊണ്ടാണ്. സ്വാഗതം ശ്രീ സേതു. നമസ്കാരം. ആലിയ പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള, ഇപ്പോൾ ഒരു 13 വർഷത്തോളം ആയിട്ടുണ്ട് ഈ പുസ്തകം ഇറങ്ങിയിട്ട്, അതിനുശേഷമുള്ള പിൽക്കാല വർഷങ്ങളിലെ വായനാനുഭവങ്ങളെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എങ്കിൽ തന്നെയും അതിനു മുൻപ് ഈ ഒരു നോവൽ എങ്ങനെയാണ് രൂപപ്പെട്ട് മനസ്സിലേക്ക് ആദ്യം വന്നത്? കാരണം മറുപിറവി എന്നുള്ള നോവലും ഈ ഒരു നോവലും ഒരു ഏകദേശം ഒരേ ഒരു ധാരകളിലൂടെ പോകുന്നു. അതിനു മുൻപ് പാണ്ഡവപുരം മുതൽ ഇങ്ങോട്ടുള്ള എഴുത്തിൻ്റെ രീതികളും സ്ഥലരാശിയും ഒന്നുമില്ലാത്ത വിചിത്രമായിട്ടുള്ള ഒരു നോവലായിട്ടാണല്ലോ ഇത് വരുന്നത്. എങ്ങനെയാണത് ആദ്യമായിട്ട് ഈ നോവൽ താങ്കളുടെ മനസ്സിലേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അല്ല, പ്രധാനമായിട്ടും ഞാനൊരു 5 വർഷം മെനക്കെട്ടിട്ടാണ് മറുപടി എഴുതിയത്. അതെൻ്റെ ഞാൻ ജനിച്ചു വളർന്ന ചേന്നമംഗലം എന്ന ഗ്രാമത്തിൻ്റെ ചരിത്രവും മുസൈസ് എന്ന നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ തുറമുഖത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് മറുപടി എഴുതിയത്. അപ്പം അതിൽ ഒരു അധ്യായം ജൂതന്മാരുടെ വരവ് പോക്കുമായിരുന്നു. അപ്പോൾ കുറെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഇത് പോരാ, കുറച്ചൊരു വിശാലമായ ഭൂമികയിൽ ഇവരുടെ വരവും പോക്കും പറയണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ വളരെയധികം മെനക്കെട്ടിട്ടാണ് ആലിയ എഴുതിയത്. ആലിയ എഴുതാനായിട്ടുള്ള ഈ തയ്യാറെടുപ്പ് എളുപ്പമായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമുക്ക് ആ കാലഘട്ടം പറയാൻ കഴിയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലില്ല. ജൂതന്മാർ ഒന്നുമില്ല. കൊച്ചിയിൽ രണ്ടുണ്ട്, അതൊക്കെ അവർക്കൊന്നും പഴയ കാര്യം ഓർമ്മയില്ല. പക്ഷെ ഞാൻ ആ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലൊക്കെ കുറേ ജൂതന്മാരുണ്ടായിരുന്നു. അവർ പലരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പം 50കളുടെ മധ്യത്തിൽ ഇവരൊക്കെ എങ്ങോട്ടാ പോകുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നവരില്ലേ, എന്തിനു നിങ്ങൾ പോകുന്നു? അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരെ കുട്ടികൾക്കും അറിയില്ല എന്തിനാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത്, അവിടെ എന്താണ് ഭാവി, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ അവരുടെ കാരണവന്മാർ പറയുന്നുണ്ട്, നമ്മുടെ വാഗ്ദത്ത ഭൂമി വേറെ സ്ഥലത്താണ്, അവിടെ പോയി പ്രാർത്ഥിച്ചാലേ നിങ്ങൾക്ക് മോക്ഷം കിട്ടൂ,
അപ്പോഴാണ് ഈ കുട്ടികൾക്ക് മനസ്സിലാവാത്തത്. കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഈ ഒരു ഇത് സംയുക്ത ഘട്ടമായിരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചാൽ ആ പ്രായത്തിൽ ഞാൻ 8ലും 9ലൊക്കെ പഠിക്കുമ്പോഴാണ് ഇവരുടെ ഈ പോക്ക് തുടങ്ങിയത്. അപ്പം ഞാൻ അവരൊക്കെ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 19 കൊല്ലം കഴിഞ്ഞ് ചിലരൊക്കെ ചെന്ന പോലത്തെ ടൂറിസ്റ്റുകളായിട്ട് അവർ വന്നിട്ടുണ്ട്. അപ്പം അതിൽ ഈ മറുപർവിയിലൊക്കെ ഉള്ള ഒരു കഥാപാത്രമുണ്ട്, ബസ്ലയിൽ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പം അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി വരാറുണ്ട്. അപ്പം അവരൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ഈ ജൂതന്മാരുടെ ഒരു പ്രദേശം ഉണ്ടായിരുന്നു. ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു വശത്ത് മുകളിൽ ഒരു വിഷ്ണുവിൻ്റെ ക്ഷേത്രം, താഴെ ജൂതപ്പള്ളി, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, അങ്ങനെ 4 സമൂഹങ്ങളാണ് ഒരുമയോടെ ജീവിച്ചിരുന്നത്. അപ്പം അവിടെ ഇവരുടെ തറവാട് നിന്നിരുന്ന സ്ഥലത്ത് ഇയാൾ ഒരു 6-7 സെൻറ്റ് മോഹവിലയ്ക്ക് വാങ്ങുകയാണ്. വാങ്ങിയിട്ട് അവിടെ ഒരു 3 നില കെട്ടിടം പണിതു. അപ്പം അന്ന് അയാൾക്ക് 82 വയസ്സുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പ്രായത്തിൽ എന്തിനും ഇവിടെ കെട്ടിടം പണിയുന്നു? അപ്പം അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു വാചകമുണ്ട്, എൻ്റെ പൂർവികന്മാർ ഈ മണ്ണിൽ ഉറങ്ങുന്നു. ഞാൻ ഇസ്രയേലിൽ പോയാലും അവിടെ കിടന്ന് മരിച്ചാലും എൻ്റെ മുമ്പുള്ള പൂർവികന്മാർ മരിച്ചു മണ്ണടിഞ്ഞത് ഇവിടെയാണ്. അപ്പം എനിക്ക് വളരെയധികം ഞാനങ്ങ് അന്തം വിട്ടുപോയി ഇദ്ദേഹം പറഞ്ഞത്. അതേ ഇവിടുത്തുകാരനല്ല, ഇവിടെ വല്ല കാലത്താണ് വരുന്നത്, അതും സന്ദർശകൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ സ്വന്തം മണ്ണിനോട് അവർക്ക് ഉണ്ടായിരുന്ന വലിയൊരു സ്നേഹം, ആത്മബന്ധം. ഒരുപക്ഷെ ഇന്ന് മലയാളി ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാൽ അവിടുത്തെ തന്നെയാവും, ബോംബെ ആയാലും ഡൽഹി ആയാലും അല്ലെങ്കിൽ അമേരിക്ക ആയാലും യൂറോപ്പ് ആയാലും. പക്ഷെ ഇവിടെ എവിടെയോ എന്നോ കാലത്ത് പോയ ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര് തേടി വരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ വായിക്കാനും മനസ്സിലാക്കാനും വളരെയധികം മെനക്കെട്ടിട്ടാണ് ഈ ആലിയ എഴുതിയത്. അതിൽ വേറൊരു വശം കൂടി, ഇതിൻ്റെ ഇംഗ്ലീഷ് കൊച്ചിയിലും ഡൽഹിയിലും ശശി തരൂരാണ് അത് പ്രകാശനം ചെയ്തത്. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വലിയൊരു സേവനമാണ് ചെയ്തതെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നും ഇവിടെ ഇല്ല, ഇവരെ ചരിത്രം അറിയാവുന്ന ആരും ഇല്ല. നിങ്ങൾ ആ കാലത്ത് ജീവിച്ചിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റി, അത് രേഖപ്പെടുത്തി വെച്ച് വലിയ കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹാർപ്പർ കോളിൻസ് ആണ് അത് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചത്. അപ്പം എന്തായാലും ഇതിൽ വേറൊരു വശം കൂടിയുണ്ട്. നമുക്ക് പൊതുവെ ജൂതന്മാർ എന്ന് പറയുമ്പോൾ പലസ്തീൻ പ്രശ്നം, ഇസ്രായേൽ പ്രശ്നം, ഇസ്രായേലിൻ്റെ അക്രമങ്ങളും ഒക്കെ നമ്മുടെ മനസ്സ് ഒരു വല്ലാത്തൊരു ഇരുണ്ട ചിത്രമാണ് കാണുന്നത്. പക്ഷെ ഈ ജൂതന്മാർ, ചേന്നമംഗലത്തും കൊച്ചിയിലെ ചില ഭാഗത്തുള്ള ജൂതന്മാർ കറുത്ത ജൂതന്മാരായിരുന്നു. അതായത് ഈ കൂട്ടത്തിൽ കീഴാളന്മാരായിരുന്നു. ഒരു തരത്തിൽ കൊച്ചിയിലുള്ള വലിയ പരദേശി പള്ളിയിൽ, അത് വെളുത്തവരുടെ പള്ളിയാണ്, അതിൽ ഇവരെ കയറ്റില്ല. അപ്പം ഈ 2 വിഭാഗങ്ങൾ തമ്മിൽ വിവാഹബന്ധം സാധ്യമല്ല, സമ്മതിക്കില്ല. ആ പള്ളി മുറ്റത്ത് പോലും കയറാൻ പറ്റില്ല. അപ്പം അവരുടെ ഇടയിലും ഒരു ജാതി വ്യത്യാസം ഉണ്ടായിരുന്നു. ജാതിയല്ല, വേലാളന്മാരും കീഴാളന്മാരും. ഇവരുടെ കഥ ആരും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ആലിയ എഴുതിയതിന് ശേഷം മട്ടാഞ്ചേരിയിൽ ഒരു ചർച്ചാ സമ്മേളനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ അവിടെയുള്ളവർക്ക് വല്ല അറിയില്ല. കറുത്ത ജൂതന്മാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മലബാർ ജൂതന്മാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു, അവഗണിക്കപ്പെട്ടവരായിരുന്നു. ഇതിൻ്റെ രസകരമായ വലിയൊരു കാര്യം, ഇതൊക്കെ കഴിഞ്ഞ് ഇവരെ മുഴുവൻ ഇസ്രായേലിലേക്ക് പോയിട്ട് അവിടെയും അവർ അവഗണിക്കപ്പെട്ടവരായിരുന്നു. യൂറോപ്പിൽ നിന്നൊക്കെ വന്ന വെളുത്ത ജൂതന്മാർ ഇഷ്ടംപോലെയുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് വന്നവരുമുണ്ട്. പക്ഷേ ഈ ഇവിടുന്നൊക്കെ പോയവർ വാസ്തവത്തിൽ അവിടെയും അവഗണിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സത്യം. അതെ, ഞാൻ ഈ നോവലിലെ
ആദ്യത്തെ അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങളൊന്ന് വായിക്കുകയാണ്. ഈ നോവലിലെ ഏത് നോവലും നമ്മളൊരു പുസ്തകക്കടയിൽ ചെന്ന് എടുത്താൽ ആദ്യം അതിൻ്റെ ആദ്യത്തെ ഒരു ഖണ്ഡിക വായിക്കാനുള്ളൊരു പ്രാഥമിക കൗതുകമുള്ളതുകൊണ്ട് വായനക്കാർക്ക്, ഈ പുസ്തകം ഇതുവരെയും വായിക്കാത്തവർക്ക് ഇതിൻ്റെ ഒരു രചനാശൈലി എന്താണ് എന്നൊക്കെ ഒരു ഊഹം കിട്ടുന്നതിന് വേണ്ടി ആദ്യത്തെ ഖണ്ഡിക ഒന്ന് ഞാൻ വായിക്കുകയാണ്. ഒരു രാവുറക്കത്തിൽ ശലമോൻ കടൽ മണത്തു, കടൽക്കാറ്റ് മണത്തു. ചിതറിയ വെളിച്ചപ്പൊട്ടുകൾക്കിടയിലൂടെ കടൽക്കാക്കകൾ കൂട്ടമായി പറന്നിറങ്ങി. കപ്പൽപ്പടിയിൽ, ആലാസ് കെട്ടുകളിൽ, കൊടിമരത്തിൽ എല്ലാം പറ്റിപ്പിടിച്ചു കാക്കകൾ കിതപ്പടക്കി. ആരോടോ പകപോക്കുന്ന വിധത്തിൽ തൊണ്ട പൊളിയുമാറ് കീറി. ആ ലക്ഷണം കെട്ട അലമുറകൾക്കിടയിൽ അടിവയറ്റിൽ നിന്ന് എന്തൊക്കെയോ പൊങ്ങി വന്നപ്പോൾ പുറത്തെ പരിചയമില്ലാത്ത ഇരുട്ടിലേക്ക് ശലമോൻ ഓക്കാനിച്ചു. തുരുമ്പും ചെളിയും പൊതിഞ്ഞ ജനാലയഴികളിൽ അത്താഴത്തിൻ്റെ ഇറച്ചിത്തുണ്ടുകൾ പറ്റി നിന്നു. എൻ്റെ അമ്മേ! ശലമോൻ്റെ ഞരക്കം കടൽക്കാക്കുകൾ ഏറ്റുപിടിച്ചു. അവറ്റകളുടെ നിലവിളികൾ ശലമോനും. ആദ്യം ഓടിയെത്തിയത് ഏശി മുത്തിമ്മയായിരുന്നു. പുറകെ മകൻ ഏവറോനും. എന്തു പറ്റി മോനെ? വലിയ നെഞ്ചിടിപ്പോടെ ഏശി മുത്തിമ്മ കട്ടിലിനരികിലിരുന്നു. മറുപടിയില്ല. എന്തൊക്കെയോ കാണുകയാണ് ശലമോൻ, കേൾക്കുകയാണ് ശലമോൻ. എന്തൊക്കെയോ കാണുകയാണ്, എന്തൊക്കെയോ കേൾക്കുകയാണ് ശലമോൻ എന്നതിൽ നിന്ന് കടല്, അഗാധമായിട്ടുള്ള കടലും ജലവും സ്വപ്നം കണ്ട് ഞാൻ കടൽ കാണുന്നു എന്ന് പിന്നീട് മുത്തിമ്മയോട് പറയുകയും അതുവരെ കിടക്കയിൽ ആ സ്വപ്നത്തിൻ്റെ മൂർച്ചയിൽ മൂത്രമൊഴിച്ചതിനെക്കുറിച്ച് ഒക്കെ സംഭാഷണം വരികയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കടലാണ് ഞാൻ സ്വപ്നം കണ്ടത് എന്നുള്ള വാക്യം ഏശി മുത്തമ്മയിൽ കടലിൻ്റെ സ്മൃതി ഉയർത്തുകയും തങ്ങളുടെ പുണ്യ ജന്മസ്ഥലമായ ഇസ്രായേലിൻ്റെ സ്മരണ ഉയരുകയും ചെയ്യുന്നതിൽ നിന്നാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു തുറവി ഈ നോവലിലേക്ക് ആദ്യത്തെ അധ്യായമായിട്ട് ഇത് തന്നെ വരണമെന്ന് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ, അതോ അങ്ങനെ ഈ ഇത്തരമൊരു എഴുത്തിൽ ഒരു സ്കെച്ച് തയ്യാറാക്കലൊക്കെ ഉണ്ടോ? അല്ലല്ല, ഞാൻ അങ്ങനെ സ്കെച്ചൊന്നും തയ്യാറാക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ആദ്യമായിട്ട് ബനേഷ് മനോഹരമായിട്ട് വായിച്ചു. ഞാൻ വായിച്ച ബോറാവുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മാറിക്കളഞ്ഞത്. കാരണം ഇതിൽ എൻ്റെ പല നോവലുകളും പല കഥകളും ആരംഭിച്ചത് സ്വപ്നങ്ങളിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു സമയത്ത് രാത്രി വെളുപ്പിന് എപ്പോഴോ കാണുന്ന സ്വപ്നത്തിൽ നിന്നാണ് പാണ്ഡവരും ഉണ്ടായത്, അല്ലെങ്കിൽ ആലിയ ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാള് അടിമനസ്സിൽ ഇയാൾക്ക് ഇസ്രായേൽ ഉണ്ട്. പക്ഷെ ഇയാൾ ഇസ്രായേലിൽ പോകാനായിട്ട് ഒരു താല്പര്യമില്ലാത്ത ആളാണ്. അയാൾ പോകുന്നില്ല. പക്ഷെ അടിമനസ്സിൽ ആ കുടുംബത്തിൻ്റെ തന്നെ ആ സംസ്കാരത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ മുതിർന്നവർ പറയുന്ന ഒരു കഥകളിൽ നിന്ന് കടൽ അവരുടെ മനസ്സിലുണ്ട്. കാരണം എന്താ വെച്ചാൽ കടൽ എന്ന് പറയുമ്പോൾ അവർ പിറന്ന നാടും വാഗ്നത്ത ഭൂമിയും തമ്മിലുള്ള വിടവൊരു കടലാണ്. ഒരു കാലത്തെ കടലിൻ്റെ ഇതിലെ പോറ്റി വരും എന്നൊക്കെ കാരണവന്മാർ പറയുന്ന കേട്ടിട്ടുണ്ട് ഇവർ. അപ്പം കടൽ എന്ന് പറയുന്നത് ഇവരുടെ സ്വപ്നമാണ്. മുത്തിയമ്മയുടെ സ്വപ്നമാണ്, മക്കളുടെ സ്വപ്നമാണ്, പേരക്കുട്ടികളുടെ സ്വപ്നമാണ്. കടൽ അവർക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു മഹാസാന്നിധ്യമാണ്. കൊച്ചിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ വിദേശികൾ, ആഡംബര കപ്പലുകളിലൊക്കെ വിദേശികൾ വന്നിറങ്ങുമ്പോൾ അവരിൽ ഇസ്രായേലുകാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ആലിയയുടെ ഇടത്തിലേക്ക്, അത് ഈ നോവലിൻ്റെ പ്രമേയമായിട്ടുള്ള ചേന്ദമംഗലം ഭാഗത്തെ ഈ പ്രദേശങ്ങൾ, മുസ്ലിസിൻ്റെ ഭാഗങ്ങൾ, അവിടേക്കൊക്കെ അവർ വരികയാണെങ്കിൽ തന്നെ അവരിൽ ആരെങ്കിലും ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ വായിച്ചിട്ടുണ്ടാവുമോ? നമ്മളിപ്പോൾ ഇതിനോടൊപ്പം തത്സമയം കാണിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തല ചിത്രങ്ങളിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകം ഹാർപ്പർ കോളിൻസ് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ശശി തരൂർ അത് പ്രകാശനം ചെയ്യുന്നതിൻ്റെ ഫോട്ടോസ് കൂടി കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പരിഭാഷകളിലൂടെ ഈ ഒരു ചരിത്ര സ്ഥലവും അവരുടെ ജീവിതവും മറ്റുള്ളവരിലേക്ക് എത്തിയിട്ടുണ്ടോ? ഈ 13 വർഷത്തിനിടയിലുള്ള വായനാനുഭവങ്ങൾ, വായിച്ചവരിൽ നിന്ന് എന്തൊക്കെയാണ് അനുഭവങ്ങൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അല്ല, പ്രധാനമായിട്ടും ഇപ്പം തമാശ ഉണ്ട്. ഇപ്പം ഞാൻ ഒരിക്കൽ ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ പ്രകാശനം ചെയ്തത് ആദ്യം ബിനാലയിൽ വെച്ചിട്ടാണ്. അന്നത്തെ ബിനാലയുടെ ക്യൂറേറ്റർ ഷെട്ടിയാണ് പ്രകാശനം ചെയ്തത്. അപ്പം യാദൃച്ഛികമായിട്ട് അതിൻ്റെ തലേ ദിവസം ബസ്ലയിൽ കൊച്ചിയിൽ വരുന്നു. അപ്പം അദ്ദേഹത്തിനാണ് ആദ്യത്തെ കോപ്പി ഞാൻ ഇംഗ്ലീഷിൽ കൊടുത്തത്. പിന്നീടാണ് ശശി തരൂർ വിശദമായിട്ട്
കൊച്ചിയിലും ഡൽഹിയിലൊക്കെ ചെയ്ത്. പക്ഷെ അവരിൽ നിന്നൊന്നും ഇതിനെ പറ്റിയുള്ള റെസ്പോൺസ് പ്രതികരണം കിട്ടിയിട്ടില്ല. പക്ഷെ പലപ്പോഴും ഇവര് സംഘങ്ങളായിട്ട് ചേന്നമംഗലത്ത് വരാറുണ്ട്, ടൂറിസ്റ്റുകളായിട്ട്. ഒരു ബാച്ചായിട്ട് 10-30 പേര് വരുന്നുണ്ട്. അപ്പം അവർ വന്നാൽ ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഏലിയാസ് ഉണ്ടായിരുന്നു. ഏലിയാസ് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചേന്നമംഗലത്ത് പോയത്. അപ്പോൾ അവർക്കൊക്കെ കണ്ടപ്പോൾ എന്ത് ആഹ്ലാദം. മാത്രമല്ല ഏലിയാസിൻ്റെ അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള ഒരു അടുത്ത തലമുറ മക്കള് ചിലർ അമേരിക്കയിലാണ്, ചിലർ യൂറോപ്പിൻ്റെ ചില ഭാഗത്താണ്, ചിലർ ആഫ്രിക്കയിലാണ്. അവരൊക്കെ വേറെ ജനറേഷനാണ്. പക്ഷെ അവർക്ക് ചേന്നമംഗലം എന്ന് പറയുന്നത് ഇതൊരു ഒരു ഒരു മിസ്റ്ററി ലാൻഡാണ്. അവർ ആലീസ് ഇൻ വണ്ടർലാൻഡിൽ വന്നിട്ട് അത്ഭുതപ്പെട്ടു പോകുന്ന പോലെ ആ ചേന്നമംഗലത്തിൻ്റെ പല ഭാഗത്തും ചുറ്റി നടക്കുന്നു. ഇവരുടെ പുരാതനമായ സെമിത്തേരി ഉണ്ട്. സിനഗോഗിൻ്റെ അപ്പുറത്തുള്ള സെമിത്തേരി ഉണ്ട്. സിനഗോഗിൽ അടുത്ത ഉള്ള ഒരു തെരുവാണ് ഈ നമ്മുടെ പാലക്കാട്ടെ അഗ്രഹാരത്തിൻ്റെ സൈഡിലുള്ള തെരുവ് പോലെ ഒരു തെരുവിലാണ് ഇവരൊക്കെ താമസിച്ചിരുന്നത്. ആ കാലഘട്ടം എനിക്ക് വളരെ ഓർമ്മയുണ്ട്. അപ്പം ആ തെരുവികളൊക്കെ ഈ കുട്ടികൾ അമ്മമാരെയൊക്കെ നടക്കുന്നത് കാണുമ്പോൾ അവരൊരു കാലത്ത് തിരിച്ചു പിടിക്കാൻ നോക്കുകയാണ്. നമ്മൾ എന്നും ഒരു 50-60 കൊല്ലം മുമ്പ് വിട്ടുപോയ സ്ഥലത്ത് ആയിട്ടുള്ള ആ മണ്ണുമായിട്ട് ചിലർ മണ്ണൊക്കെ എടുക്കുന്നുണ്ട് കയ്യിൽ. ഞാൻ ഈ നോവലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ AC മൊത്തമ്മ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കിഴക്കെട്ടിൽ കുറച്ച് അവിടുത്തെ മണ്ണ കൊണ്ടുപോകുന്നു. കാരണം ഇവർക്ക് സങ്കല്പമുണ്ട്, ഇസ്രായേലിലെ ഈ ജൂതന്മാര് മരിക്കാൻ കിടക്കുമ്പോൾ പിറന്ന സ്ഥലത്ത് ഇത്തിരി മണ്ണ് കണ്ണിൽ തൂവണം എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇവർ ഈ ചേന്നമംഗലത്തെ മണ്ണ് കൊണ്ടുപോവുകയാണ്. എന്തെങ്കിലും മരിക്കുമ്പോൾ എൻ്റെ മക്കളോട് പറയുന്നുണ്ട്, മരിക്കുമ്പോൾ എൻ്റെ മുഖത്ത് ഈ മണ്ണ് തൂവണം. അതായത് പിറന്ന മണ്ണ് അതിനോടുള്ള അദമ്യമായ ഒരു ബന്ധമാണ്. ഈ നോവലിൽ, ആലിയ എന്ന നോവലിലെ ചേന്ദമംഗലവും മുസിരിസും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉടനീളം ഉള്ള ജീവിതത്തിലെ വിചിത്രാനുഭവങ്ങളെല്ലാം നിറയുന്നുണ്ട്. ഇതിലെ സംഭാഷണങ്ങളെക്കുറിച്ചാണ് എനിക്ക് പ്രധാനമായിട്ടും ചോദിക്കാനുള്ളത്. ആ സംഭാഷണങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി എത്രത്തോളം ഗവേഷണം ചെയ്യേണ്ടി വന്നു? പ്രത്യേകിച്ചും ഈ നോവലിൽ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികൾ കന്യകകളാണോ എന്നുള്ളത്, ഞാൻ കന്യകകൾ എന്നുള്ള വാക്ക് രാഷ്ട്രീയമായി ശരിയല്ലാത്തതുകൊണ്ട് ഉദ്ധരണിക്കകത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. എങ്കിലും ആ ഭാഗം ഏലിയാസ് എന്ന് പറയുന്ന കഥാപാത്രം ഓർക്കുന്നുണ്ട്. പണ്ടത്തെ ഓരോ വിചിത്രമായ ഏർപ്പാടുകൾ ഏലിയാസ് ഓർത്തു. കെട്ടിന് മുമ്പ് പെണ്ണിൻ്റെ ശുദ്ധി അറിയാൻ അവർ ചെയ്തിരുന്നത് എന്താണെന്നറിയോ? അടിയുടുപ്പ് പൊക്കി പെണ്ണിനെ പിടിച്ച് ചാരായക്കൂടത്തിന് മുകളിലിരുത്തും. വായ പൂട്ടി കുറേ നേരം അങ്ങനെ ഇരിക്കണം. അത് കഴിഞ്ഞ് വായ തുറക്കുമ്പോൾ ചാരായത്തിൻ്റെ മണം വായിൽ വന്നാൽ പെണ്ണ് ചൊവ്വല്ലെന്നർത്ഥം. എവറോൻ അത് കേട്ട് വിരണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നോവൽ തുടരുന്നത്. അപ്പോൾ ഇതിലെ ഈ സംഭാഷണഗതികൾ ഒരു ഭാഗത്ത് അവരുടെ പ്രാദേശിക വാമൊഴി വഴക്കങ്ങളിലേക്ക് എങ്ങനെയാണ് പോകാൻ കഴിഞ്ഞത്? ഒപ്പം തന്നെ ഈ വിചിത്രമായ പലതരത്തിലുള്ള സംഭവഗതികളെല്ലാം അണിനിരന്നുകൊണ്ടാണ് ഈ നോവലിൻ്റെ മുന്നോട്ട് പോക്കും. അല്ല, ഞാൻ വാസ്തവത്തിൽ ആ സംസ്കാരത്തിൻ്റെ കുറേ ഈടുവെപ്പുകൾ തിരിച്ചു പിടിക്കാനായിട്ട് കുറേ അധികം വായിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ എൻ്റെ കുട്ടിക്കാല ഓർമ്മകളിൽ ഇതൊന്നും കിട്ടില്ലല്ലോ. ഞാൻ പിന്നീട് ഇവന്മാരുടെ ആ കാലത്തെ ആ സംസ്കാരം, അവരുടെ ജീവിതം, അവരുടെ ആചാരങ്ങൾ, പ്രത്യേകിച്ചും അവരുടെ വലിയ ചില ആളുകൾ വരുമ്പോൾ അവരുടെ ചില ചടങ്ങുകൾ, ഇപ്പോൾ കല്യാണം നടക്കുന്നതിന് മുമ്പ് കെത്തുപ കൊടുക്കുക എന്ന് പറയുന്നല്ലോ, ഇതൊരു കോൺട്രാക്റ്റാണ്. കാരണം ഈ നല്ല നടപ്പിലുള്ള കോൺട്രാക്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ. അതുപോലെ ഒരുപാട് ചടങ്ങുകളുണ്ട്. പിന്നെ അവരുടെ ശബാത്തുണ്ട്, അവരുടെ ഇത് സംബന്ധിച്ച് ഒരുപാട് ചടങ്ങുകളുണ്ട്. സാംസ്കാരികമായ ഒരുപാട് കെട്ടുപാടുകളുണ്ട്. അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ്. അങ്ങനെ അല്ലാതെ നമ്മൾക്ക് ആ കാലഘട്ടം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന പ്രായമായതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി വലിയ ഓർമ്മകൾ വ്യക്തമായ ഓർമ്മയില്ല. പക്ഷെ ഇവര് ഒരു പ്രത്യേക വേഷമാണ് ഇവര്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക വേഷമാണ്. പെൺകുട്ടികളുടെ വേഷമാണെങ്കിൽ പ്രത്യേക വളരെ വളരെ കളർഫുള്ളായ വേഷമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പലരും കരുതുന്ന പോലെ അല്ല, ഇവരൊക്കെ വളരെ പാവങ്ങളായിരുന്നു. അപ്പം നന്നായിട്ട് പഠിച്ച് ചിലരൊക്കെ സ്കൂൾ മാസ്റ്റർമാരായിട്ടുണ്ട്, അല്ലെങ്കിൽ അന്നത്തെ കൊച്ചി രാജ്യത്തെ ചില സർക്കാർ ജോലി കയറിയിട്ടുണ്ട്. പക്ഷെ അധികം പേരും സാധാരണ കച്ചവടക്കാരായിരുന്നു. ഇവർ ഈ പശുത്തോല് അവിടെ നിന്ന് മാളയെന്ന് കൊണ്ടുവന്നവർ കൊച്ചിയിൽ കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ മുട്ട കൊണ്ട് കിടന്ന് വിറ്റിട്ടുണ്ട്.
അല്ലെങ്കിൽ ബുക്ക് ബൈൻഡ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അതെനിക്ക് അയാളെ കണ്ടാൽ എനിക്ക് ഓർമ്മയില്ല. അയാൾ പുസ്തകം ബൈൻഡിങ്ങില്ല. പിന്നെ ഈ അതെ, ഈ വീടിന്റെ പശുവിന്റെ മുമ്പിൽ തോല് ഉണക്കി കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള സൂചനകൾക്കിടയിൽ അതിന്റെ മണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൽ താല്പര്യമില്ല എന്നതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം യൗവനത്തിന്റെ തുടക്കത്തിൽ പറയുന്നുമുണ്ട് അല്ലേ? അതുവരെ ജോലിയായിരുന്നു, പലരും ചെയ്തിരുന്നു. കാരണം അവിടെ ഒരു തുരുത്തില് ഈ പശുക്കളെ കൊന്നിട്ട് അതിന്റെ തോലെടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരു തുരുത്തിലും ഉണ്ടായിരുന്നു. അത് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെയാണ് ഈ വീടിന്റെ മുമ്പിൽ ഈ കായക്കൊല കൊണ്ട് തൂക്കിയിട്ടിട്ട് അത് പഴുത്തു കഴിഞ്ഞാൽ നടന്ന് വിൽക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ തലച്ചോടായിട്ട് തുണി കൊണ്ട് നടക്കുകയില്ല, ഉടുപ്പുകള് അല്ലെങ്കിൽ വെറും തുണികള്, മുണ്ടുകള്. അപ്പൊ ഇങ്ങനെയൊക്കെ തെറ്റി ആയിട്ടുള്ള വളരെ സാധാരണ ജോലികളാണ് ചെയ്യുന്നവര്. പാവങ്ങളായിരുന്നു. അപ്പൊ നമ്മൾ ഇസ്രായേലിനൊക്കെ പറഞ്ഞ ജൂതന്മാര് ഇവര് അക്രമികളൊന്നും ആയിരുന്നില്ല, വെറും പാവങ്ങളെ ശുദ്ധന്മാരായിരുന്നു. ഇതിൽ അവർ പാവങ്ങളായിരുന്നു, ശുദ്ധരായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും ഒക്കെ പോയി ഒരു ദിവസം ഇപ്പോഴും ഒന്ന് യാത്ര ചെയ്താൽ നമ്മൾ ഒരൊറ്റ നിമിഷം കൊണ്ട് കേരളത്തിൽ നിന്ന് മാറി ഗോവയിലോ മറ്റോ എത്തിപ്പെട്ടതുപോലെയുള്ള ഒരു അന്തരീക്ഷ സൃഷ്ടി അവിടെയുണ്ട് ഇപ്പോഴും. ഇതേപോലെ ഈ പറയുന്ന ആലിയയിലെ സംഭവങ്ങൾ നടക്കുന്ന ചേന്നമംഗലത്തും പരിസര പ്രദേശങ്ങളിലും നമ്മൾ മലയാളികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാംസ്കാരിക രീതികളും ഒരു ജീവിതാന്തരീക്ഷങ്ങളും നമ്മിൽ നിന്ന് അവരെ വേർപെടുത്തുന്ന എന്തെങ്കിലും സവിശേഷതകളായിട്ട് മാറി നിന്നിരുന്നോ? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ ചേന്നമംഗലത്തെ ഇപ്പൊ ഇവരുടെ ഈ കറുത്ത ജൂതന്മാരുടെ അല്ലെങ്കിൽ മലബാറി ജൂതന്മാരുടെ പള്ളികളും ഒക്കെ ഉണ്ടായിരുന്ന പ്രധാനമായിട്ടും ചേന്നമംഗലത്ത്, പറവൂര്, മാളയിലൊക്കെ ആയിരുന്നു. എറണാകുളത്തും ഉണ്ടായിരുന്നു, ഒരെണ്ണമുണ്ട്. അതൊരെണ്ണമുണ്ട്. അത് വളരെ വളരെ മോശമായ കണ്ടീഷനാണ്, റിപ്പയർ ചെയ്യുന്നൊക്കെ കേട്ടു. അവിടെ ചടങ്ങിന് ഞാൻ പോയിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ചേന്നമംഗലത്തെ ആ സിനഗോഗ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അത് റിനോവേറ്റ് ചെയ്ത് ഭംഗിയായിട്ട് അവിടെ വച്ചിട്ടുണ്ടെങ്കിലും അവിടുത്തെ നല്ല സാധനങ്ങളൊക്കെ മോഷണം പോയി. അപ്പൊ അത് അവിടുത്തെ വിലപിടിപ്പുള്ള ചില സാധനങ്ങൾ എല്ലാം മോഷണം പോയി. ആരൊക്കെയോ കാരണം അടച്ചുറപ്പില്ലാതെ കിടന്നിരുന്നു വളരെ കാലം. പിന്നീടാണ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്ത ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കസ്റ്റഡിയിലാക്കിയത്. ഈ ഇസ്രയേലിൽ തന്നെ കറുത്ത ജൂതരും വെളുത്ത ജൂതരും തമ്മിലുള്ള വംശീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഉള്ളതായിട്ട് പറയുന്നുണ്ടല്ലോ. ഇവിടുത്തെ കറുത്ത ജൂതരെ കുറിച്ച് താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഈ നോവൽ വായിച്ചു പോകുമ്പോൾ തന്നെ സമാന്തരമായിട്ട് നമ്മളുടെ ഉള്ളിൽ പലതരത്തിലുള്ള ആന്തരിക സംഘർഷങ്ങളും ചിന്തകളായിട്ട് വരും. പ്രത്യേകിച്ച് ഇപ്പോൾ പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇസ്രയേൽ പലസ്തീൻ സംഘർഷങ്ങൾ, അതെല്ലാം ഒരു ഭാഗത്ത് വരുമ്പോൾ അതിലേക്ക് പലതരത്തിലുള്ള സൂചനകൾ വരുന്ന, ഇത്രയും വർഷം പിറകിലേക്ക് പോകുന്ന ഒന്നായിട്ട് ഈ നോവൽ നിൽക്കുന്നു. അപ്പോൾ ഇത് എവിടെ ഈ നോവൽ പൂർത്തിയായോ അവിടെ നിന്ന് മറ്റൊരു യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പാണ്ഡവപുരം അടക്കമുള്ളവ എഴുതുമ്പോൾ, മറ്റ് ചെറുകഥകൾ എഴുതുമ്പോൾ, അനവധിയായിട്ടുള്ള നോവലുകളൊക്കെ എഴുതുമ്പോൾ അത് ഇതര സംസ്ഥാനങ്ങൾ പശ്ചാത്തലമായിട്ടുള്ള ഇഷ്ടംപോലെ കൃതികൾ എഴുതിയിട്ടുണ്ടല്ലോ. അതെല്ലാം എഴുതുമ്പോഴും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് സ്വന്തം നാട്ടിലേക്ക് പിടിച്ചു വലിച്ച് അവിടുത്തെ വേരുകളെക്കുറിച്ച് എഴുതുക, ആ വേരുകളെ പുറത്തെടുക്കുക, ആ മണ്ണിൻ്റെ മണം കാണിച്ചു കൊടുക്കുക എന്ന് ഒരു ഉൾവിളി എപ്പോഴും ഇക്കാലം ഉടനീളം ഉണ്ടായിരുന്നുവോ ഇത്തരമൊരു പുസ്തകം എഴുതാൻ? അല്ല, ഞാൻ വാസ്തവത്തില് ഞാൻ എൻ്റെ ഒരു കുറ്റസമ്മതമായിരുന്നു ഈ മറുപടി ആദ്യം എഴുതി. ഞാൻ ആദ്യമായി എഴുതിയ നോവൽ നനഞ്ഞ മണ്ണ് എന്ന് പറഞ്ഞിട്ട് മലയാള നാട്ടിലെ സീരിയലൈസ് ചെയ്തു. നമ്പൂതിരിയുടെ സ്കെച്ചസോടുകൂടി വളരെ പണ്ട് 70-ലോ മറ്റോ 72-ലോ ഓർമ്മയില്ല. അത് ചേന്നമംഗലത്തിനെ ഒന്ന് തഴുകി തലോടി പോകുന്നുള്ളൂ. ചേന്നമംഗലത്തിന്റെ സാംസ്കാരികമായ ആഴമോ പരിസരമൊന്നും അതിനകത്ത് വന്നിട്ടില്ല. പിന്നീട് അതൊരു എടുത്തുചാട്ടമായിരുന്നു, വളരെ അമേച്വറിഷായ ഒരു നോവലായിരുന്നു. അത് തൃശ്ശൂർ കറണ്ട് ബുക്സ് ആണ് അത് പബ്ലിഷ് ചെയ്ത്. അത് തോമസ് നന്നായിട്ട് വിൽക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അതിൻ്റെ രണ്ടാമത്തെ പതിപ്പ് ഇറക്കിയില്ല. ഇപ്പൊ എൻ്റെ കയ്യിൽ പോലും അതിൻ്റെ ഒരു കോപ്പി ഇല്ല. അപ്പൊ ഈ നനഞ്ഞ മണ്ണ് എന്ന് പറയുന്ന അക്കാലത്ത് നന്നായിട്ട് വായിക്കപ്പെട്ടു, പലർക്കും ഇഷ്ടമായിരുന്നു. എന്നോട് ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കോപ്പി ഉണ്ടോന്ന്. എൻ്റെ കയ്യിൽ ഇല്ല. ഇന്ന് ഇതിൻ്റെ കോപ്പി ഉണ്ട്. അമേരിക്കയിലെ ഓസ്റ്റിനിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ 40 പുസ്തകങ്ങളുടെ കോപ്പി ഉണ്ട്. അതിൽ ഞാൻ ഇതും കണ്ടു. ഈ നോവൽ വായിച്ചു പോകുമ്പോൾ ഇപ്പോൾ
ഈ വിമോചന സമരത്തെക്കുറിച്ചൊക്കെയുള്ള ചില പ്രസ്താവനകൾ ചില രാഷ്ട്രീയ നേതാക്കളുടെ നാവിൽ നിന്നൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ കൂടി ഈ നോവലിലും അതിൻ്റെ മറ്റ് വഴികളിൽ EMS മന്ത്രിസഭ വിമോചന സമരം ഇതിനെയൊക്കെ ഒരു രാഷ്ട്രീയമായ തലത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പോൾ വിമോചന സമരത്തിൻ്റെ കാരണങ്ങൾ, ആവശ്യകത, പലതരത്തിലുള്ള വാദമുഖങ്ങൾ കൊണ്ട് ഇതിൽ നിറയുന്നുമുണ്ട് ഈ നോവലിൽ. ജൂതന്മാർക്ക് വിമോചന സമരത്തിൽ പങ്കുകൊള്ളേണ്ട കാര്യമില്ല എന്ന് ഏലിയാസ് പള്ളിയിലെ വികാരി അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയുന്നതും, നീ കമ്മ്യൂണിസ്റ്റാണോ എന്നുള്ള അച്ഛൻ്റെ ചോദ്യമൊക്കെ വേറൊരു കാലത്തിൽ നിന്ന് നമ്മുടെ വർത്തമാനത്തിൽ തട്ടി പ്രതിധ്വനിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, EMS മന്ത്രിസഭയെ പിരിച്ചുവിടുന്നതിനോടുള്ള വിയോജിപ്പ് ഏലിയാസ് പ്രകടിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇത് ഒരേ സമയം ഒരു കാലഘട്ടത്തിൽ നിൽക്കുകയും പിന്നീട് പല തലങ്ങളിൽ അത് വിടർന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു നോവലിൻ്റെ ഇനിയുള്ള തുടർച്ച എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ അനശ്വരത്വത്തിന് ഉദാഹരണമായിട്ട് ഞാൻ കാണുന്നു. കാരണം മണ്ണ്, സ്വന്തം നാട്, വേര്, സംസ്കൃതി എന്നിവയിൽ നിന്നുള്ള അതിനോട് ചേർന്ന് നിൽക്കലും അതിനോടുള്ള വിച്ഛേദവും തമ്മിലുള്ള ഉരസിൽ നിന്നാണ് എല്ലാ കാലത്തും നല്ല എഴുത്തുകാർക്ക് നല്ല കൃതികൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ആലിയ എന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് DC ബുക്സ് ആണ്. ഈ പുസ്തകത്തിൻ്റെ വില 199 രൂപയാണ്. ഈ പുസ്തകത്തിൻ്റെ ആമുഖമായിട്ട് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതയിൽ നിന്നുള്ള ചില വരികൾ ഈ പുസ്തകത്തിലേക്കുള്ള കൃത്യമായിട്ടുള്ള പ്രവേശകമായിട്ട് നൽകിയിട്ടുണ്ട്. ആ കവിത വായിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. അതിന് മുന്നോടിയായി ശ്രീ സേതുവിന് ഞാൻ നന്ദി പറയുകയാണ്. ആ കവിത വായിക്കുന്നതോടുകൂടി ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഈ കവിത ഈ പുസ്തകത്തിലേക്കുള്ള കൃത്യമായിട്ടുള്ള വഴിയായതുകൊണ്ടാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ആ കവിതയിലെ വരികൾ സൂചിപ്പിക്കുന്നത്. ഞങ്ങളീ യഹൂദർ പോകയായി ശാശ്വത വിശ്രമസ്ഥാനം ഇസ്രായേൽ പൂകാൻ, അശ്രുരുദ്ധർ കാൺമൂ ഞങ്ങൾ കേരളമേ വിട നൽകാൻ, പച്ചയാം തെങ്ങോല വീശി നിൽക്കയല്ലോ നീ. കേരളത്തിലെ യഹൂദർ ഇസ്രായേലിലേക്ക് എന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ വരികൾ ആമുഖത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഈ നോവൽ കൃത്യമായും നമ്മുടെ ജീവിതം, അതിരുകൾ, രാജ്യങ്ങൾ എന്നിവയ്ക്കപ്പുറമുള്ള മാനവികതയെ എപ്പോഴും മുൻനിർത്തി നിർത്തുന്നു. ആലിയ. ശ്രീ സേതുവിന് നന്ദി. വളരെ നന്ദി ബനേഷ്. കാരണം അതിമനോഹരമായിട്ട് നിങ്ങൾ അത് വായിച്ചു, അത് അവതരിപ്പിച്ചു. വളരെ സന്തോഷം. നന്ദി. നമസ്കാരം.